friends, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ചില സമയത്ത് നമ്മൾ ഒരുപാട് ഹോളിഡേയ്സ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ വീക്കെൻഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് ഡേയ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എൻഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ന ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന ഡേറ്റിൽ എൻഡ് ചെയ്തു. അതിനുശേഷം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇതിനിടയിൽ എത്ര ഡേയ്സ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. അതായത് എനിക്കിപ്പോൾ ഇവിടെ ഈക്വൽ ടു എന്നടിച്ച് ഈ സെൽ വാല്യൂ, സെൽ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ മൈനസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സെൽ വാല്യൂയും കൂടി സെലക്ട് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ 25 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഈ ഒരു ഡേറ്റിന് ഇടയ്ക്ക് വരുന്ന ഡേയ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ നമ്പർ ഓഫ് ഡേയ്സ് ഡേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഈ നമ്പർ ഫോമാറ്റിൽ പോയിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്പർ എന്ന് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ നമ്പറായിട്ട് തന്നെ ഡിസ്പ്ലേ ആയിക്കോളും. അപ്പോൾ ഇനി ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഒന്ന് ഇതിൽ നിന്ന് ഈ ഒരു എൻഡ് ഡേറ്റും സ്റ്റാർട്ട് ഡേറ്റിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ ഓഫ് ഡേയ്സ് മാത്രമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ടത്. ആക്ച്വലി എന്താ വേണ്ടത്, നമുക്ക് ഹോളിഡേയ്സും എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, വീക്കെൻഡ്സും ഹോളിഡേയ്സും എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനാണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫോർമുല ഉണ്ട്, ഞാൻ പറയാം. നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം റിട്ടേൺസ് ദ നമ്പർ ഓഫ് ഹോൾ വർക്ക് ഡേയ്സ് ബിറ്റ്വീൻ 2 dates. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്, എൻഡ് ഡേറ്റ് ഉണ്ട്, ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഓക്കെ നമുക്കുണ്ട്. ഹോളിഡേയ്സ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ള ഹോളിഡേയ്സ് ആണ്, അല്ലാതെ വീക്കെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിതിൽ കാണുന്നില്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് ഡേയ്സിൽ വീക്കെൻഡ്സ് എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. അപ്പോൾ നമുക്കറിയാം പുറത്തൊക്കെ ആണെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഫ്രൈഡേ സാറ്റർഡേ ഉണ്ടാവും വീക്കെൻഡ്സ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവം വരുമ്പോൾ നമുക്കിതിൽ ആ ഒരു കാൽക്കുലേഷൻ വർക്കാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഡേയ്സ് ഡോട്ട് ഇൻ്റർനാഷണൽ. ഓക്കെ, ഇതാണ് സംഭവം. INTL എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, വീക്കെൻഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം, ഹോളിഡേയ്സ് വേറെ സെലക്ട് ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഹോളിഡേയ്സിനെ ഒന്ന് പിടിച്ച് താഴെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡേയ്സ് ഡോട്ട് INTL എന്ന് പറയുന്ന ഈ സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ഡേറ്റ് വേണം. നമുക്കിവിടെ വന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോമ ഇടുക. ദെൻ എൻഡ് ഡേറ്റ് വേണം, എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു, കോമ ഇടുന്നു. ദെൻ വീക്കെൻഡ്സ് ആണ് വേണ്ടത്. വീക്കെൻഡ്സിന് നമുക്ക് ഒന്നുകിൽ നമ്മൾ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വിടാം. ഓക്കെ, നമുക്ക് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒരു കോമയും കൂടി ഇട്ടിട്ട് എൻ്റർ കീ അടിച്ചാൽ മതി. അതല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 എൻ്റർ ചെയ്ത് കൊടുക്കാം. സാറ്റർഡേ സൺഡേക്ക് 1 എൻ്റർ ചെയ്ത് കൊടുക്കാം. സൺഡേ മൺഡേ ആണെങ്കിൽ 2 എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നിനും ഓരോ നമ്പറാണ് നമുക്കിവിടെ ഉള്ളത്. ജസ്റ്റ് ഞാനിവിടെ ബ്ലാങ്ക് ആക്കിയിട്ട് തന്നെ, അതായത് കോമ ഇട്ടിട്ട് തന്നെ അടുത്തത് ഹോളിഡേയ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഹോളിഡേയ്സിനെ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഞാനിവിടെ $സൈൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ കീ അടിക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 17 ആണ്. ഇതിൻ്റെ ഇടയിൽ എത്ര ഡേയ്സ് ഉണ്ട്, 17 ആണ് ഉള്ളത്. ഞാനിവിടെ ഒരു ഡേറ്റ് കൂടി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയത്തെ വർക്കിംഗ് ഡേയ്സ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. 6 വർക്കിംഗ് ഡേയ്സ് ആണ് ഈ ഡേറ്റിന് ഇടയിൽ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതല്ലാതെ നമുക്ക് നെറ്റ്വർക്ക് ഡേയ്സ് വെച്ചിട്ട്, അതായത് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഡേയ്സ് വെച്ചിട്ട് എങ്ങനെയാണ് വീക്കെൻഡ്സിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഈക്വൽ ടു സൈൻ ഇടുക. ദെൻ എന്താണ് നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെലക്ട് ചെയ്യാം. സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക, കോമ ഇടുക. ദെൻ അഗെയിൻ എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ ഇടുക. ദെൻ വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേ ഞാൻ പറഞ്ഞു ഓൾറെഡി, നമുക്ക് ബ്ലാങ്ക് സ്പേസ് ആയിട്ടും ഇടാം. ഇനി ഇപ്പോൾ സപ്പോസ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് ഹോളിഡേ എങ്കിൽ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, ഫ്രൈഡേ സാറ്റർഡേ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ കോമ ഇടുക. ഇനി ഹോളിഡേയ്സ് ഒന്ന് സെലക്ട് ചെയ്യുക. എൻ്റർ കീ അടിക്കുക. 20 ഡേയ്സ് ആണ് ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് വരുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരണമെങ്കിൽ
ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 7 days ആണ് ഇവിടെ വരുന്നത്. ഇനി ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഒരു പാർട്ട് ടൈം ജോബാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് വീക്ക്ലി എല്ലാ ഡേയ്സ് ഒന്നും പോകണ്ട, ഒരു 3 days വെച്ചിട്ട് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൺഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആണ് നമുക്ക് പോകേണ്ടതെന്ന്, അല്ലേ? ഇതാണ് നമ്മുടെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കലണ്ടർ സിസ്റ്റം ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. മൺഡേ തൊട്ടിട്ടാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കലണ്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ മൺഡേ തൊട്ടിട്ടാണ്. ഓക്കെ, ബൈ ഡിഫോൾട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ തൊട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഈക്വൽ ടു എൻ്റർ ചെയ്യുന്നു. നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ സ്റ്റാർട്ട് ഡേറ്റ് ആണ്. സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്തു, കോമ ഇടുന്നു. എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്യുന്നു, കോമ ഇടുന്നു. ഇനിയാണ് സംഭവം വരുന്നത്. ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡേയ്സ് ആണെങ്കിൽ അതിന് 0യും, നോട്ട് ചെയ്യുക, വർക്കിംഗ് ഡേയ്സിന് 0യും, ഹോളിഡേ നമ്മൾ വർക്ക് ചെയ്യാത്ത ഡേയ്സ് ആണെങ്കിൽ അതിന് 1ഉം ആണ് അസൈൻ ചെയ്യുന്നത്. ഇത് കോഡ്സിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ കോഡ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൺഡേ ആണ് എൻ്റെ ഫസ്റ്റ് വർക്കിംഗ് ഡേ എന്ന് പറയുന്നത്, മൺഡേ ആണ്, അല്ലേ? അപ്പോൾ മൺഡേക്ക് ഞാനൊരു 0 ഇടുന്നു. ദെൻ ട്യൂസ്ഡേ വർക്കിംഗ് ഡേ അല്ല, 1 ഇടുന്നു. ദെൻ അഗെയിൻ വെനസ്ഡേ വർക്കിംഗ് ഡേ ആണ്, 0. ദെൻ തേഴ്സ്ഡേ അഗെയിൻ വർക്കിംഗ് ഡേ ആണ്, 0. ദെൻ ഫ്രൈഡേ ഹോളിഡേ ആണ്, അതുപോലെ തന്നെ സാറ്റർഡേ ഹോളിഡേ ആണ്. ഇനിയുള്ളത് സൺഡേ ആണല്ലേ. അപ്പോൾ സൺഡേ എന്ന് പറയുന്നത് അതും നമ്മൾ ഹോളിഡേ തന്നെയാണ്. അപ്പോൾ 1 തന്നെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുകൂടെ ആയാൽ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 12 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഉള്ളത്. ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത സെല്ലും കൂടി നമുക്ക് എത്രയാണ് കിട്ടുക നോക്കാം. 4 ആണ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 5th തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6th-ലാണ്, 5th ഓൾറെഡി ഹോളിഡേ ആണ്. അപ്പോൾ ഇവിടെ ഒരു 3 ഡേയ്സ് വരും. 3 + 3 6, 6 + 3 9, 9 + 3 12. അപ്പോൾ 12 വർക്കിംഗ് ഡേയ്സ് ആണുള്ളത്, മറ്റേത് 4ഉം ആണുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. സപ്പോസ് നമുക്കിപ്പോൾ ഹോളിഡേയ്സ് കൂടെ ഈ ഒരു 3 ഡേയ്സ് അല്ലാണ്ട് ഹോളിഡേയ്സ് കൂടി കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു കോമ ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഹോളിഡേയ്സ് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, വേറൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.